BJP കഴിഞ്ഞ നമുക്കറിയാം CAA നിയമം നടപ്പിലാക്കുമ്പോൾ, മുത്തലാഖ് നിയമം നടപ്പിലാക്കുമ്പോൾ അത് തുടങ്ങി ഇങ്ങോട്ടുള്ള എല്ലാ നിയമങ്ങളുടെയും ലക്ഷ്യം ഒരു സാമൂഹ്യ വിഭാഗത്തെയാണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അത് വിചാരധാരയിൽ അവർ ലക്ഷ്യം വെച്ച ഒന്നാമത്തെ ശത്രു എന്ന നിലയിൽ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു എന്നത് തന്നെയാണ്. പക്ഷെ കേരളത്തിലെ മുനമ്പൻ ഭൂമി പ്രശ്നത്തിൽ അതിന്റെ പശ്ചാത്തലത്തിൽ എന്ന നിലയിൽ KCBCയും ദീപിക പത്രവും അടക്കം തെറ്റിദ്ധാരണാജനകമായി കേരളത്തിലെ പാർലമെന്റംഗങ്ങളെ പോലും സമ്മർദ്ദത്തിലാക്കുന്ന നിലപാട് സ്വീകരിച്ചതിൽ അത് ദൗർഭാഗ്യകരമാണെന്ന് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ പറയുകയാണ്. കാരണം ഇന്ന് മുസ്ലിങ്ങളാണെങ്കിൽ നാളെ ക്രിസ്ത്യാനികളാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് ഫാസിസ്റ്റുകൾ ജർമ്മനിയിലാണെങ്കിലും ലോകത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ തന്നെയാണ്. ന്യൂറംബർഗ് നിയമങ്ങൾ നിൽക്കുന്ന ഘട്ടത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളെ സംരക്ഷിക്കാനാണ്, മുസ്ലിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, അതിലെ സാധാരണക്കാരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിയമം എന്ന് പറയുന്നത്. സത്യത്തിൽ എങ്ങനെ വിശ്വസിക്കും? കാരണം കുറുക്കനെ കോഴിക്കുഞ്ഞുങ്ങളുടെ സംരക്ഷണം ഏൽപ്പിക്കുന്നത് പോലെയാണ് ഇത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് രാജ്യത്തെ ജനങ്ങളെ ഭരിക്കുക, എല്ലാ മതസ്ഥർക്കും എല്ലാ മതവിഭാഗങ്ങൾക്കും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വിവിധ മതവിഭാഗങ്ങൾ അവരുടേതായ നിലനിൽക്കുന്ന മതപരമായ സംവിധാനങ്ങളുള്ള അതിനെ തകർക്കുക എന്നതാണ് ഇതിന്റെ ആദ്യത്തെ ലക്ഷ്യം. വഖഫ് സ്വത്തുക്കൾ നമുക്കറിയാം. വഖഫ് യൂസർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന ഘടകം തന്നെ ഇന്നലെ അത് റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ബില്ലിൽ ഒരുപാട് ഭേദഗതികൾ നമുക്കറിയാം. എന്തായാലും വരാൻ പോകും നമുക്കറിയില്ല. കാരണം ഒരു ഹിഡൻ അജണ്ടയായിട്ട് അത് മുന്നോട്ട് പോവുകയും. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയിലെ പൂർവ്വ സൂരികളായ മുസ്ലിം സമുദായത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ അവർ ദൈവത്തിനായി ദാനം ചെയ്ത വഖഫ് സ്വത്തുക്കൾ അന്യാദനപ്പെടുന്നു എന്നതാണെങ്കിൽ അതിന് വേറെ ഒരുപാട് പരിഹാര മാർഗങ്ങളുണ്ട്. ട്രിബ്യൂണലുണ്ട്, കോടതികളുണ്ട്, ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. പക്ഷെ അവരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിയമം പാസ്സാക്കിയത് ഇന്ത്യ രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള ഒരു ഗൂഢശ്രമമാണ്. പക്ഷെ അതിന് പിന്തുണ നൽകുന്ന രീതിയിലുള്ള ചെറിയ സ്വരങ്ങൾ മതേതര കേരളത്തിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.